ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു കിടിലൻ റെസിപ്പി തരാം കേട്ടോ. വേറൊന്നല്ല, എന്താണ് നമ്മുടെ കൊച്ചിക്കോയ കേട്ടോ. പേരെന്തുകൊണ്ട് കൊച്ചിക്കോയ എന്നൊന്നും വന്നതൊന്നും എനിക്കറിയില്ല. ഇനി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായാലും കമൻറ്റ് ചെയ്തറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനാവശ്യം എന്ന് പറയുന്നത് 4 ചെറുപഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ആൾക്ക് കഴിക്കുന്ന ഒരു റേഷ്യാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ആൾക്കാർക്ക് കഴിക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങളുടെ അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെറുപഴം നല്ലപോലെ ഉടച്ചു കൊണ്ടുവരിക. അതിനുശേഷം ചെറുനാരങ്ങ നീര്, ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാവുന്നതിൻ്റെ പേരിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര, മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്ക് എത്താവുന്ന രീതിയിൽ ഇളക്കണേ. അതിനുശേഷം നമ്മുടെ ഇഞ്ചി നീരും, അതും 1 ടേബിൾ സ്പൂണേ ഉള്ളൂ, അതും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചെറിയുള്ളി നന്നാക്കി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അതൊരു 3-4 ചെറിയുള്ളി ഉള്ളൂ, അതും നല്ലപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ശർക്കരപ്പൊടി, ഇപ്പോൾ എല്ലായിടത്തും ശർക്കരപ്പൊടി കിട്ടുന്നുണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ശർക്കര ചിരണ്ടിയിട്ടായാലും ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്ക് എത്താവുന്ന രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്യണേ. അപ്പോൾ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം എന്ത് ചെയ്യണം? ഇനി ബാക്കിയുള്ള 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശുവും പാലും തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് 1ാം തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു മിക്സ് നല്ലപോലെ മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ പശുമ്പാൽ ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പഴം നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾ മിക്സിയിലൊന്നും അടിക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പഴം നമ്മൾ സ്മാഷ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എല്ലാ സംഗതികളും എത്തണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് എല്ലാത്തിൻ്റെയും നീരും എത്തിയാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോടുകാരുടെയും മലപ്പുറത്തുള്ളൊരു ട്രഡീഷണൽ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷ നോക്കണേ. ചായക്കായാലും കുട്ടികൾക്കായാലും, ചായക്ക് കുട്ടികൾക്കോ മുതിർന്നവർക്കോ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു ഫുഡാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ പാലൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ, 1ാം തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. വേറെ തേങ്ങാപ്പാൽ എടുക്കണ്ട കേട്ടോ, നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ ഇതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മറക്കരുത്, നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തേക്ക് എത്താവുന്ന രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൊച്ചിക്കോയയിലെ അതിലൊഴിക്കുന്ന ആ ഒരു റെസിപ്പി. ഇനി നമുക്കിതിനകത്ത് മിക്സ് ചെയ്യാനുള്ളത് നമ്മുടെ അവലാണ് കേട്ടോ. അവൽ മിക്സ് ചെയ്യരുത്. നമ്മളൊരു പ്ലേറ്റിലേക്ക് അവൽ ഇട്ടതിന് ശേഷം ഈ ഒരു ജ്യൂസ് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് കുഴച്ച് കഴിക്കുകയാണ് കേട്ടോ. ടേസ്റ്റിയാണ് സംഭവം. ഓക്കെ, അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ മട്ട അവിൽ വറുത്തത് വേണം നമ്മൾ ഇതിനകത്തോട്ട് എടുക്കാനായിട്ട്. ഇനി അഥവാ നിങ്ങൾക്ക് മട്ട അവൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മട്ട അവലെടുത്ത് ജസ്റ്റ് ഒരു ഫ്രൈ പാനിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങളിതെല്ലാവരും ടേസ്റ്റ് ചെയ്യില്ലേ? ഉറപ്പല്ലേ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.